ഇനി ഇരുന്നാലേ ആ നാറി വന്ന് കയറി ജോയ്ക്ക് ചുമ്മാ കുരുപൊട്ടും അളിയും വിട്ടേ. ആ പിന്നെ മറ്റോമാരെ സ്പിരിറ്റിന്റെ ബാക്കി തീർത്തിട്ടില്ലേ? ഓ തീർപ്പിച്ചോളാവേ, അളിയൻ ചെല്ല്. ഓ ആ നാരി വരുമ്പോ പിടിച്ചിരുത്തി ഒരെണ്ണം ഒഴിച്ചോട്, ഞാനൊന്ന് പെടിപ്പിച്ചേച്ച് വരാം. അയ്യോ ഹലോ. ആ പിന്നെ എനിക്കോ? എനിക്ക് കാര്യം പാടില്ല. എന്നെ ഒരു പുള്ളി ചുട്ടുകല്ല. സി എം എടുത്തോളാ, ഒന്ന് കൊടുത്തേ. ഹലോ ജലപാലൻ, ഓർമ്മയുണ്ടോ? ഒരിക്കൽ നമ്മളൊന്ന് കൂടിയിട്ടുണ്ട്, ഒരു 4 കൊല്ലം മുമ്പ്. അങ്ങ് തൃശ്ശൂരില് നമ്മൾ ഓഫീസിൽ സ്റ്റേറ്റ് മീറ്റ് നടക്കുമ്പോ കാസിനോവില്. അത് പിന്നെ നമ്മള് രണ്ടുപേരും സർക്കിളാ. തൃശ്ശൂർ സ്റ്റേറ്റ് മീറ്റ് നടക്കുമ്പോ ഞാൻ സസ്പെൻഷനില്ല, പങ്കെടുത്തിട്ടില്ല. അയ്യോ, അപ്പൊ പിന്നെ നമ്മള് കണ്ടിട്ടില്ല. കറക്റ്റ്. എന്നാ പിന്നെ നമ്മളൊരു ബാച്ചാ. ഞാൻ പിന്നെ കണ്ട ഐജിനും മറ്റേ ഒന്നും കാലിലും കോപ്പയിലും ഒന്നും പിടിക്കാൻ പോവാത്തവരാ. അതുകൊണ്ട് AC ആയില്ല. എങ്ങനെ ഒന്ന് ഒഴിക്കട്ടെ. പിന്നെ ഈ ജോസിന്റെ കേസ് അതറിയാൻ ആശാൻ എന്നെ വിളിപ്പിച്ചെങ്കില് അവനെ അറിയും, കണ്ടിട്ടുണ്ട്. എങ്ങനെ ഓണം, വിഷു, ക്രിസ്മസ്, പള്ളിപ്പെരുന്നാള്, തിരുവാതിര അവന്റെ കീർത്തി അക്രമം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവൻ ചത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് അത് ജലപാലനെ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കാനോട്ട് ഉദ്ദേശവും ഇല്ല. പിന്നെ ആചാരേ, ഈ ജോസിന്റെ ഇടപാടെ തമിഴന്മാരുമായിട്ടായിരുന്നു. തീർത്തത് അവര് തന്നെ, തർക്കത്തില്. സാക്ഷാൽ ബെൽറ്റ് ബോംബിന്റെ ആൾക്കാര്. ഒന്നളിയാ, ഐറ്റന്റ് കമ്മീഷണറാന്നോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാന്നോ ഒരു നോട്ടോ ഇല്ലാത്തവന്മാരാ. ആച്ചിക്കളയും. അതുകൊണ്ട് അളിയനൊരു കാര്യം ചെയ്യും. ഞാൻ ഈ കാട്ടുമൂലന്ന് ഇല്ലാത്ത കാശിന് ഡീസൽ ഒഴിച്ചോണ്ട് ഇവിടെ വരെ വന്നതേ ഇത് പറയാനാ. അളിയൻ അന്വേഷിച്ചു, തെളിവൊന്നും ഇല്ലാന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി. പാട്ടം മടക്കിക്കളാ, ഡേഞ്ചറാ. ശരി, അപ്പൊ കാണാം. താങ്ക്സ്. ആശാനെ, ഞാൻ അന്വേഷിച്ചിടത്തോളം വീട്ടിൽ നല്ല കിളി പോലൊരു ഭാര്യയും ആവുന്നില്ലാത്തൊരു ചെക്കനും. അളിയനീ വേണ്ടാത്ര തെക്കറി ചൊറിഞ്ഞിട്ട് അവന്മാരും വല്ല വണ്ടി ഓടിച്ച് നെഞ്ചത്ത് കയറ്റി തീർത്ത് കളഞ്ഞാലേ പിന്നെ ഭാര്യയും കൊച്ചിനെയും പണിയാക്കല്ലേ പൊന്നെ. ഇവനിതെന്തോട് മൃഗമാണോ? അല്ല, നരി. ഞാന് പെൻഷൻ പറ്റുന്ന കൊല്ലം പട്ടോളയിലെ AC ആയിട്ടിരിക്കുമ്പോ കമ്പസിറ്റിയില് ഒരു റാക്ക് കച്ചവടക്കാരൻ, പട്ടുവല്ലും മോതിരം ഒക്കെ ഇട്ട് മധുരക്കാരൻ, ഒരു സേവന, ഒരു 6-6 പൊക്കം, 300 തൂക്കം, അജാന ബാഹു, ഇങ്ങനെ തഞ്ചാവൂരെങ്ങാണ്ടുണ്ട് ഒരു ഡാൻസ് കളിക്കാരൻ. ഒരു അവിടെ പേരിൽ ഇങ്ങനെ 1ഉം 2ഉം പറഞ്ഞോ കൊടുക്കും. ഇങ്ങനെ 5 പേരിലും പതിച്ച ഒരു വീക്ക നിന്ന് നിലയ്ക്ക് അവൻ ടൂർ അവന്റെ വൈദ്യുതി ഒഴിച്ചു. അല്ല, ചില സ്ഥാനങ്ങൾ അങ്ങനെയാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ 100 വാശിക്ക് ചോര വാഴുന്നത് ഒരു ലക്ഷണമാണ്. ഇച്ചിരി പഞ്ഞിട്ടൊന്ന് കൊടുക്കല്ല. നീ ഭദ്രയോട് സംസാരി. ബാലു ഇവിടെ ഉണ്ട് 2 പേരും. ഞാൻ വിളിച്ചോളാം. എന്താ പറഞ്ഞു കേൾപ്പിച്ചോ? പഴയ തഞ്ചാവൂര് ഒരു നിമേ. നല്ല കയ്യൂക്ക്, നല്ല കായബലം, നല്ല ബുദ്ധി, നല്ല തണ്ടല്, നല്ല തന്തയ്ക്ക് പിറവി, ശത്രുസ്ഥാനത്ത് നിർത്താൻ പറ്റിയ വിത്തുഗുണമുണ്ട്.
നരിക്ക്. നല്ല പേരും. ഇഷ്ടമല്ലേ നരിയെ? ഏയ് അതല്ല. കിട്ടിയിട്ടുണ്ട്. അല്ല, അത് ഞാൻ പിന്നെ നമുക്ക് ഈ കണ്ട നാലുകാട്ടൊന്ന് സ്ട്രീറ്റിൽ കിടന്ന് ഫൈറ്റ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അത് അന്തസ്. അതെ. നിന്റെ തന്ത വലിയ മൈസ്ട്രേറ്റ് ആയിരുന്നല്ലോ. മാന്യത കാണിക്കാം. മരിച്ചു കിടക്കുമ്പോ ജോസിന്റെ ഭാര്യ വത്സമ്മ. അതെ. ജോസുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിൽ വത്സമ്മയ്ക്ക് നേരിട്ട് അറിയാമെന്ന് പറയാൻ അതൊരൊറ്റയാൾ മാത്രമാണ്, അപ്പിച്ചായി. ഒരിക്കലും ഉപദ്രവിച്ചിട്ടുണ്ട് അവളെ. അതൊരുപാട് കൊല്ലം മുമ്പാ ജോസ് അവളെ കെട്ടിക്കൊണ്ട് വന്ന കാലത്ത്. വന്ന കാലത്തല്ല, വന്ന അന്ന്, ആ ദിവസം. വത്സമ്മ പത്സമ ഒന്നും പറയല, ഒരാളുടെ പേരും പറയല. ഇവൻ നേരിട്ട് എന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാല് പിന്നെ അവളുടെ കൺമുമ്പിലിട്ട പെമ്പിള്ളേരെ ഏതോ ഒരു നരേന്ദ്രൻ വന്ന് നീട്ടെഴുതി തന്നപ്പോ എന്നോട് അനുവാദം വാങ്ങാതെ അങ്ങോട്ട് ചെന്ന് എരന്ന് വാങ്ങിച്ചതിന് എന്റെ കൈ പൊള്ളി. നിന്റെ ബുദ്ധി നരേന്ദ്രനെ അങ്ങോട്ട് ചെന്ന് കണ്ട് മുൻകൂർ പേടിപ്പിക്കാൻ. സേതു ശരീരം മാത്രമേ വിലക്കെടുക്കാറുള്ളൂ, മസിലായിട്ടും മാംസമായിട്ടും. ബുദ്ധി വിലക്ക് വാങ്ങാറില്ല പുറത്തുനിന്ന് ഒരുത്തനോടും. നിന്റെ ചെറുനെല്ലിക്കാൻ മുഴുപ്പുള്ള ബുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയാല് അതിലടങ്ങില്ല. അത്രയ്ക്ക് വലുതാടാം സേതുവിന്റെ സാമ്രാജ്യം. എന്നല്ലേ താച്ച? അയ്യ, ഞാൻ രാജാക്കാട് ചെല്ലപ്പ. ആരെ? രാജാക്കാട് ചെല്ലപ്പ. രാജാക്കാട് ചെല്ലപ്പ, ഞാൻ താൻ സാർ. എക്സ് മെമ്പർ ഓഫ് പഞ്ചായത്ത്, രാജാക്കാട്, ഇടുക്കി. ഞാൻ താൻ സാർ. ടാക്സി ഡ്രൈവേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ്, രാജാക്കാട്. ഞാൻ താൻ സാർ. പ്രസിഡന്റ് തിരൈപ്പട ഫാൻസ് കൂട്ടണി. ഞാൻ താൻ സാർ. എല്ലാമേ ഞാൻ താൻ. ഇതേതാണോ ഈ സാധനം? ഇങ്ങോട്ട് മാറിക്കണോ സാർ? ഇതാ ജോസിന്റെ ഭാര്യയും കൊച്ചുങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്ന ആളാ വാ. സാർ. ഇദ്ദേഹം ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലുവന്നു. ഇല്ല. ഇരിക്കാൻ പറയായിരുന്നില്ലടാ. സർ പറഞ്ഞതാണ്. ഇരിക്കേ. വേണ്ട സർ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. സെക്ഷനിൽ ഇരുത്തിയിട്ട് സാഹത്തോടെ കുട്ടികൾ കുടിക്കാൻ എന്തെങ്കിലും വരുത്തിച്ചു കൊടുക്കാൻ പറയും. ചായയോ ജ്യൂസോ. ചെല്ല്. എടാ കുറുപ്പിനോട് ആ സാധനങ്ങള്. ജോസിന്റെ. സർ വരൂ. ചെല്ല്. പോമാ. ഞാൻ ഇരിക്കില്ല. ഇയാളാരാ? ബന്ധുവാണോ? ആമാ സാർ, ഞാൻ താൻ. അതെ സർ, എന്റെ ചേച്ചിയുടെ. 1.5 കൊല്ലം അംഗൻവാടിയിൽ ടീച്ചറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട് വത്സമ്മ, മാട്ടുപ്പെട്ടിയിൽ. പിന്നീട് ജോസായിട്ട് അത് നിർത്തിച്ചു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 17ാമത്തെ വർഷം. അതെ. ജോസിന്റെ ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു അറിയാമായിരുന്നോ വത്സമ്മയ്ക്ക്? ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു സർ. പിന്നെയാ. പിന്നെ അറിഞ്ഞപ്പോ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടുണ്ട് സർ. ആരൊക്കെയായിട്ടായിരുന്നു ഇടപാടുകൾ അറിയാമോ? ഇല്ല. ജോസ് എങ്ങനെയാ ഉപദ്രവിക്കുമായിരുന്നു? ജോസിന്റെ ബോഡി സോറി അവസാനമായിട്ട് ജോസ് വീട്ടിൽ നിന്ന് വരുമ്പോ മുഖത്തൊരു മുറിപ്പാടുണ്ടായിരുന്നു. മുറിഞ്ഞിട്ട് സ്റ്റിച്ചിട്ട്. ஆமா சார், கொண்டாருங்க. போறதுக்கு முன்னாடி நைட்டில ஜோஸ் நல்லா சாப்பிட்டு இருந்தது. ஜீப்பில் இறங்க போ மூஞ்சி அடிச்சு விழுந்தாச்சு வீட்டுக்கு முன்னாடி. എന്നിട്ട് മുറിവ് എവിടാ സ്റ്റിച്ചിട്ടത്? സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹോസ്പിറ്റൽ. ஆமா சார், நீங்க சொன்னது கரெக்ட். ആ സാർ. ലോഡ്ജിൽ നിന്ന് കിട്ടിയതാ ജോസിന്റെ സാധനങ്ങൾ. ബോധിച്ചൊന്ന് റെസീറ്റ് കൊടുത്തേക്കണം. ഇവരെ കുട്ടികളിലേക്ക് നിർത്തി കൊണ്ടു. സാർ വരൂ. அழாதே, நான் இருக்கலையா? ചെല്ലപ്പാ. சார், നീ എങ്ക നില്ലപ്പാ. சார், நீ போமா, நான் வர்றேன். சொல்லு. கடவுளே, பாவம். ரொம்ப கஷ்டம் சார் அவளோட லைஃப். நான் ஒருத்தர் மட்டும் தான் உதவி.
வேற யாருமே இல்லை சார். ஒரு சின்ன ராக்கோஸ்ட் என்ன சார். பாவம் பொண்ணு, அந்த மூத்த பொண்ணுக்கு பருவ பிராயம், 15 வயசு. വല്ലാത്ത കാലമല്ലേ സാർ. കാട്ടുമുക്കിൽ ഒറ്റയ്ക്ക് കിടന്ന് വല്ലതും സംഭവിച്ചു പോയാൽ ഉള്ളകളെ കൂട്ടി എന്റെ വീട്ടിൽ വന്നിരിക്കാൻ സാറായിട്ട് പറയണം അവളോട്. സാറ് പറഞ്ഞ അവള് കേൾക്കും. ഞാൻ അവളെയും മോളെയും എന്റെ സ്വന്തം ഭാഗ്യ പോലെ നോക്കും. മോനെ നിനക്ക് ഞാൻ മറ്റേ മാമാപ്പണി കൂടെ ചെയ്തോ അച്ഛനെ മാറ്റിനോടാ നീ ആരോടെങ്കിലും മാളെ പറഞ്ഞ് പേടിപ്പിക്കാൻ. കള്ളം പറയാൻ ഉണ്ടെന്നങ്ങനെ അറിഞ്ഞ കൊന്നാളെ ഞാൻ പോടാ. இவ்வளவு பெரிய இந்த அடி அடிச்சாச்சு.